ഇന്ന് ചോറും കറിയൊക്കെ നേരത്തെയായി. ഒരു 11:30 ആയപ്പോഴത്തേക്കായി. ഒരു 12 മണിയാകുമ്പോൾ ഞാനും അച്ഛനും വൈകി ഉണ്ടായിരുന്നു. ചുമ്മാതെ കൊട്ടാരക്കര വരെയൊക്കെ ഒന്ന് പോകുമെന്ന് വെച്ചു. നേരെ അച്ഛനെ കൊണ്ട് കൊട്ടാരക്കര വരെ പോവുകയാണ്. നേരെ വണ്ടിയെടുത്ത് വെട്ടിക്കാലിൽ നിന്ന് ചെങ്ങമനാട് വഴി നേരെ കൊട്ടാരക്കരയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇടക്കിടക്ക് ഞാനിങ്ങനെ അച്ഛനെ എൻ്റെ വണ്ടിയിൽ ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. ഒരു ചായ കുടിക്കും, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കറക്കമാണ്. എനിക്ക് പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു ചെങ്ങമനാട് പമ്പയിൽ നിന്ന്. അപ്പോൾ പെട്രോൾ അടിച്ചു. നേരെ ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് പോയി. കൊട്ടാരക്കര വഴി സായന്തരം വഴി തിരിച്ച് നേരെ വെട്ടിക്കാലിലെ വീട്ടിലോട്ട് വരും. ഇന്ന് രാവിലെ ചോറിനുള്ളതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇന്ന് ചീരയും തോരപ്പരിപ്പ് കൂടെയുള്ള കറിയും, അതുപോലെ തന്നെ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും തക്കാളി കൊണ്ടെല്ലാം കൂടി മിക്സ് ചെയ്തൊരു മെഴുക്കുവരട്ടി ടൈപ്പ് കറി, പപ്പടമാണ്. ഞങ്ങൾ നേരെ ഇപ്പം കൊട്ടാരക്കര ടൗണിലെത്തി, ട്രാഫിക്കിലെത്തി. അവിടെ നിന്ന് നേരെ തിരിച്ച് സദാനന്തപുരം വഴി വെട്ടിക്കോയിലായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് അച്ഛനൊരു ഷാർജ മേടിക്കാൻ വേണ്ടി ഇറങ്ങി. റോയൽ ബേക്കറി, ഇത് കരിക്കമാണ്, സദാനന്തപുരത്തിനിപ്പുറം. ആ ബേക്കറിയിൽ നിന്ന് ഒരു ഷാർജയും മേടിച്ചു, ഒരു 3 മുട്ട പപ്സും മേടിച്ചു. മുട്ട പപ്സ് വൈകിട്ട് ചായയുടെ കൂടെ അച്ഛന് കൊടുക്കുക. ഒന്നെനിക്ക് കഴിക്കണം, ഒന്ന് ബൈജനും കൊടുക്കുക. അങ്ങനെ ഷാർജ മേടിച്ചുകൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ, അടിപൊളി ഷാർജക്കെല്ലാം പുറത്ത് നല്ല ചൂടുണ്ട്. അങ്ങനെ നല്ല തണുത്ത ആ ഷാർജ അച്ഛന് കൊടുത്തു. നല്ല മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെടും. ചെമ്പതൊക്കെ അത് കുടിച്ചു നോക്കി. അച്ഛൻ നേരത്തെയൊക്കെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് എടുത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഇടിക്കും. ഇപ്പം 2-3 വീഡിയോയിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ പോയപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, സീറ്റ് ബെൽറ്റ് ഇടിച്ച് യാത്ര ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഷാർജയും കുടിച്ചു. അവിടെ നിന്ന് നേരെ തിരിച്ച് സദാനന്തപുരം വഴി വെട്ടിക്കോയിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ഒരു 12:45 1 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയതിന് ശേഷം ഇനിയിപ്പം അച്ഛന് ചോറ് കൊടുക്കണം. കുറച്ച് ചോറ് മതിയായിരിക്കും. അച്ഛന് ഷാർജയെ കുടിച്ചുകൊണ്ട് വയറ് നിറഞ്ഞിരിക്കുകയായിരിക്കും. എന്നാലും ഉച്ചയ്ക്ക് ചോറിന് കഴിക്കുന്നത് സ്ഥിരം ഉള്ള പരിപാടിയാണല്ലോ, അത് കഴിച്ചില്ലേ പറ്റും. ഇന്നത്തെ കൂട്ടാൻ ചോറ്, ചീരപ്പരിപ്പ് കറി, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ മെഴുക്കുവരട്ടി, 2 പപ്പടം. ഇതാണ് ഇന്നത്തെ ഊണ്. നല്ല സെറ്റ് പരിപാടിയാണ്. നല്ല അടിപൊളി ചീരയും തോരപ്പരിപ്പും കൂടി ചേർന്നിട്ടുള്ള പരിപ്പ് കറിയും, ചീരപ്പരിപ്പ് കറിയും, പപ്പടവും, ഉരുളക്കിഴങ്ങും ഒറ്റ നമ്മുടെ വഴുതനങ്ങ, അതല്ല ടേസ്റ്റ്. പപ്പടം അത് ഇട്ടേ പൊടിച്ചത് തിന്നണം. ചാ പപ്പടം കൂടെ എടുത്ത് പൊട്ടിരിക്കാം ചാ. ആ പപ്പടവും ഈ കറിയും കൂടെ എടുത്ത് കഴിക്കുക. നല്ലയാ, നല്ല ടേസ്റ്റ്. 2 കൂടെ കഴിക്കുക. തങ്കോണിമെന്തി തങ്കോണിമെന്തി ഏച്ചാ തങ്കോണിമെന്തി എന്ത് തങ്കോണിമെന്തി ഇല്ല, വരത്തില്ല. എവിടെ അപ്പം അമ്മയുടെ കാര്യം പറയാം. അച്ഛാ അമ്മ മരിച്ചിട്ട് ഇപ്പം 3 വർഷമായി. അമ്മേ അച്ഛനൊന്നും അറിയത്തില്ല. എപ്പോഴും വല്ലപ്പോഴുമാണ് അമ്മയുടെ കാര്യം അച്ഛൻ ഇങ്ങനെ പറയുന്നത്. ഫുള്ള് ഞെവിട് ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ എവിടെ ചാ ഇതും കൂടെ എടുത്ത് കഴിക്കണേ കേട്ടോ. ഇതുകൂടെ കഴിക്കണം, സൈഡിൽ ഇരിക്കുന്നൊക്കെ കേട്ടോ. അത്യാവശ്യം എല്ലാം കഴിച്ചു.
കറികളെല്ലാം കൂട്ടി മുടിഞ്ഞിട്ടില്ല. നല്ല അറിയാം. ഉരുളക്കിഴങ്ങ് അതെ, കഴിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ആ, ഓക്കെ. അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കലത്തെ ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അച്ഛൻ കഴിക്കട്ടെ. അച്ഛൻ കഴിക്കും.